ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അങ്ങനെ 9 ദിവസം ബാക്കി നിൽക്കെ അനീഷ് അനുവിനോട് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുക. ഒന്നാമതും ഒരാളോട് ഇഷ്ടം തോന്നുമ്പോൾ ആ ആൾക്ക് താൻ പറയുന്ന അതേ വികാരം ഉണ്ടോ എന്നുള്ളത് ആദ്യം അന്വേഷിച്ചറിയണം. അതിന് പകരം പുള്ളിക്കാരൻ നേരെ എടുത്ത് പറയുന്നത് കല്യാണം കഴിച്ചാലോ എന്നാണ്. അങ്ങനെ അനുവിൻ്റെ പ്രാരാബ്ദങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് 2 വർഷം ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞ് തീർക്കുന്നതിന് മുൻപേ പുള്ളിക്കാരൻ ഒരു എണീറ്റ് പോക്ക്. അനീഷ് അത് സത്യസന്ധമായിട്ടാണ് ചോദിച്ചതെങ്കിൽ തനിക്കുള്ളതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു വികാരം മനസ്സിലില്ലെങ്കിൽ ആ ഒരു ടോപ്പിക് അവിടെ അവസാനിപ്പിച്ച് സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞു ഒതുക്കുന്നതാണ് നല്ലൊരു കാര്യം. അതിന് പകരം പുള്ളിക്കാരൻ ആ ആദ്യത്തെ ആഴ്ചയിലും ആദ്യത്തെ മാസത്തിലൊക്കെ ഉണ്ടായതുപോലെ മുഖം വീർപ്പിച്ച് അവിടെ ഇവിടേക്ക് പോയിട്ട് ഇരിക്കുക. പിന്നീട് ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും അനു ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. ഒരു കാര്യം അനു ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം വലിച്ചു നീട്ടി കൊണ്ടുപോകും. അവിടെ തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ പിന്നീട് അത് അനുവിന് തന്നെയായിരിക്കും നെഗറ്റീവായിട്ട് മാറും. ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും കൂടുതൽ ബുള്ളിങ് ഹെറാസ്മെന്റ് ഒക്കെ കിട്ടിയ 2 മത്സരാർത്ഥികളാണ് അനുവും അനീഷും. അപ്പം സ്വാഭാവികമായിട്ടും ഒരു സിമ്പത്തി അനുവിന് അനീഷിനോട് ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷെ ഒരു സ്നേഹം ലവ് ട്രാക്ക് ഒന്നും ആയിട്ട് തോന്നിയിട്ടേ ഇല്ല. ഇനിയിപ്പം ഇതൊരു 9 ദിവസത്തെ അനീഷിന്റെ ഒരു ഗെയിം ആണെങ്കിൽ അത് വളരെ ബോറാണ്.